2020 NDA-യുമായിട്ട് NDA-യിലോട്ട് ചേർന്ന സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. അപ്പം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ ഇതുവരെ ആരും പരസ്യമായിട്ട് പ്രതികരിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ കൂടെയും ഒരു സ്പ്ലിറ്റൻസിന് സാധ്യതയുണ്ടെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. എന്തായാലും ഇതിനകത്തൊരു പ്രശ്നം നടക്കാനുണ്ട്. ഇപ്പോൾ ഒരു പുതിയ അപ്ഡേഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഭാഗം, എല്ലാവരും ഇല്ല, പക്ഷെ ഒരു വിഭാഗം കോൺഗ്രസിൽ ചേരാൻ തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സ്പ്ലിറ്റൻസ് ആരംഭിച്ചു എന്ന് തന്നെ വിശ്വസിക്കാം അല്ലേ? തീർച്ചയായിട്ടും. കാരണം വരുന്നില്ല, എന്താണ് ഇപ്പോൾ കുന്നത്തുനാട്, മഴുവന്നൂർ, അങ്ങനെ പറയുന്ന 2 പഞ്ചായത്തുകൾ ഈ 2020ക്ക് നഷ്ടപ്പെട്ടു. കാര്യം അവർക്ക് ഏറ്റവും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന 2 പഞ്ചായത്തുകളാണ് അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു 2020. അതായത് 2021 ഉണ്ടായിരുന്ന സ്ഫോടനാത്മകമായ ഒരു കുതിപ്പുണ്ടായിരുന്നു ഈ 2020യെ സംബന്ധിച്ചിടത്തോളം. അതായത് കിഴക്കമ്പലത്ത് വരുന്ന ഈ കിറ്റക്സിൻ്റെ ഷോപ്പുമായിട്ട് ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അവിടുത്തെ തൊഴിലാളി പ്രശ്നങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് നിരവധി വിവാദങ്ങളുണ്ടായി. അപ്പോൾ ആ വിവാദങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ വിവാദങ്ങൾക്കെല്ലാം ഒരു മറ എന്നുള്ള നിലയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ആവിർഭാവം. എങ്ങനെയായിരുന്നു ചോദിച്ചാൽ, ഇതിനകത്തേക്ക് കുറേയധികം അരാഷ്ട്രീയവാദികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും UDF-ൻ്റെയും BJP-യുടെയും ഈ പറയുന്ന പോലെ ഒട്ടും താല്പര്യമില്ലാതെ ഈ രാഷ്ട്രീയത്തിനോട് ഒരു മടുപ്പ് കാണിച്ചുകൊണ്ട് നിന്ന ഒരു വിഭാഗം ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് 2020 വികസിപ്പിച്ചെടുത്തത്. അപ്പോഴും എൻ്റെ ഈ 2020യെ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കാണാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു കമ്പനി എന്നുള്ള നിലയിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ആ കമ്പനിയുടെ ഓണർഷിപ്പ് ശരിക്കും സാബുവൻ ജേക്കബ് എന്ന് പറയുന്ന കിറ്റക്സിൻ്റെ MD-യുടെ കയ്യിൽ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനെ വലിയ 51% വോട്ട് വിഹിതം നേടിയെടുക്കാൻ പോലും ഈ പറയുന്ന 2020 എന്ന് പറയുന്ന പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിലെ ശ്രദ്ധേയമായൊരു കാര്യം. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് വോട്ടേഴ്സിനെ കയ്യിലെടുത്തത്? വോട്ടേഴ്സിനെ ഇവർ തീർച്ചയായിട്ടും കയ്യിലെടുത്തതെന്ന് വെച്ചാൽ പല കാരണങ്ങൾ കൊണ്ടാണ്. അത് എന്താണ് ഒരു വോട്ടർ ആഗ്രഹിക്കുന്നത്? അവർക്ക് വില കുറവിൽ സാധനങ്ങൾ ലഭിക്കണം. അത് എവിടെ ഉള്ള അവരുടെ പഞ്ചായത്തിൽ തന്നെ അവർക്ക് വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടണം. അരി അടക്കമുള്ള അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങൾ എല്ലാം വില കുറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് വോട്ടർമാരെ കയ്യിലെടുക്കാനുള്ള തന്ത്രങ്ങളും ഈ പറയുന്ന സാബുവൻ ജേക്കബ് നടത്തി. അവർ സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുന്നു, അവർക്ക് കുറഞ്ഞ വിലയിൽ ആഹാര സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. ആഹാര സാധനം മീൻസ് ഈ പറയുന്ന പോലെ അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. അവർക്ക് അതുപോലെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കും. സൂപ്പർ മാർക്കറ്റുകൾ പോലെയുള്ള വിശാലമായ സംവിധാനങ്ങളോടുകൂടി സാധാരണക്കാർക്കിടയിലേക്ക് എത്തിപ്പെടാൻ ഈ പറയുന്ന 2020ക്ക് സാധിച്ചതാണ് അവരുടെ ഏറ്റവും വലിയ വിജയമായി മാറിയത്. എന്നാൽ നമ്മൾ ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ ഇത്തവണ 2 പഞ്ചായത്തുകൾ അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം ഇവർക്കെതിരായി LDF-ഉം UDF-ഉം കൂടെ ചേർന്നുകൊണ്ട് സംയുക്ത സ്ഥാനാർത്ഥികളെ നിർത്തിയതും അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതും ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറി എന്നുള്ളത് പ്രത്യേകത തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ സാബുവൻ ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷത്തിനെതിരായി നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഫലം കണ്ടില്ല എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം കുന്നത്തുനാട് അടക്കമുള്ള പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം താങ്കൾക്ക് എന്തുകൊണ്ട് ഒരു വീഴ്ച സംഭവിച്ചു? താൻ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നു. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ സാബുവൻ ജേക്കബ് എന്ന് പറയുന്ന കിറ്റക്സിന്റെ MD ഇവിടെ ഉയർത്തിക്കൊണ്ടിരുന്ന വിഷയം അയാൾക്ക് തൊഴിലെടുക്കാൻ സാധിക്കുന്നില്ല, ഇവിടെ ഫാക്ടറികൾ അനുവദിക്കുന്നില്ല, പണം മുടക്കാൻ കഴിയുന്നില്ല, വികസിത വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്നുള്ളത് വെറും പേര് മാത്രമാണ്, ഇവിടെ ശരിക്കും വികസിത വ്യവസായ സൗഹൃദമൊന്നും അല്ല ഇവിടുത്തെ സാഹചര്യങ്ങൾ എന്നൊക്കെ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പരത്തിക്കൊണ്ട് തന്നെയാണ് ഇവർ മുന്നിലേക്ക് വന്നത്. എന്നിട്ടൊടുവിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ 2025 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രീതിക്ക് കൈപൊള്ളി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സാബുവൻ ജേക്കബിന്. അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞു പരത്തിക്കൊണ്ട് നടന്ന കാര്യങ്ങളൊന്നും ജനങ്ങൾ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ തങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഇപ്പൊ സാബുവൻ ജേക്കബ് മറ്റൊരു ചാട്ടത്തിന് തയ്യാറെടുത്തത്. BJP-യെ സംബന്ധിച്ചിടത്തോളം അല്ലെ NDA സംബന്ധിച്ചിടത്തോളം സാബുവൻ ജേക്കബിന്റെ വരവ് വളരെ പോസിറ്റീവാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മേഖലയിൽ ഒരു പിടിമുറുക്ക് ഒരു BJP എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരു പിടിമുറുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. BJP-ക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. കാര്യം കുന്നത്തുകാടാണെങ്കിലും കിഴക്കമ്പലമാണെങ്കിലും ഇവരുടെ കയ്യിലിരിക്കുന്ന പഞ്ചായത്തുകളും നിരവധി നിയോജക മണ്ഡലങ്ങളും ചേർന്ന് വരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് ഈ നിയോജക മണ്ഡലങ്ങളിലെല്ലാം NDA എന്ന് പറയുന്നതിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇപ്പൊ തൃപ്പൂണിത്തുറ മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. അത് മാത്രം പോരാ, അവർക്ക് മധ്യ കേരളം, എറണാകുളം ജില്ലയുടെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു മേഖല മുഴുവൻ ഇവരുടെ കൈപ്പിടിയിലേക്ക് ഒതുക്കാനുള്ള ഒരു സാധ്യത BJP മുൻകൂട്ടി കാണുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന NDA-യിലേക്ക് സാബുവൻ ജേക്കബിനെയും 2020 ക്ഷണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ആലോചിച്ച് നോക്കൂ. ഈ സാബുവൻ ജേക്കബ് തുടക്കം മുതൽ ഒടുക്കം വരെ ഈ കാലഘട്ടം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴും UDF-ഉം LDF-ഉം അഴിമതിക്കാരാണ്, അവർ ഈ നാട്ടിൽ
നടത്തിക്കൊണ്ടിരിക്കുന്ന പൂർണ്ണമായ അഴിമതിയാണ്, സ്വജനപക്ഷപാതമാണ്, അതാണ് ഇതാണെന്നൊക്കെ ഉള്ള ഒരു വ്യാപകമായ നിലയിലുള്ള ഒരു പിന്നെ പ്രസക്തി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പ്രചരണം ഇങ്ങനെ അഴിച്ചുവിട്ടതിന് ശേഷം ഇവരെ ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിൽ കൂടെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സാബുവൻ ജേക്കബ് ഒരിക്കലും BJP നുള്ളി നോവിക്കാതിരുന്നത്? BJP നുള്ളി നോവിച്ചിട്ടില്ല. ഒരു ഘട്ടത്തിൽ പോലും സാബുവൻ ജേക്കബ് BJP-ക്കാർ കാണിച്ചുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ പോലും ഈ BJP എന്ന് പറയുന്ന കക്ഷി മോശമാണെന്നോ അവർ അഴിമതിക്കാരാണെന്നോ ഒന്നും എവിടെയും പറഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, സാബുവൻ ജേക്കബ് പോകുന്നെങ്കിൽ ഉറപ്പായും BJP-യിലേക്ക് തന്നെ പോയിരിക്കും, അല്ലെങ്കിൽ 2020-യെ NDA-യിൽ കൊണ്ടുവന്ന് ചേർത്തിരിക്കും, ലയിപ്പിച്ചിരിക്കും. പിന്നെ രണ്ട് പോസിബിലിറ്റീസ് ആയിരുന്നു. ഒന്ന് സാബുവൻ ജേക്കബ് പിന്നെ BJP-കാരനായി മാറുക, അല്ലെങ്കിൽ ഈ പറയുന്ന 2020-യെ ഇവിടെ കൊണ്ടുവന്ന് ലയിപ്പിക്കുക. ഇതായിരുന്നു അവർ ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്നത്. ആ ലക്ഷ്യം ഇപ്പോൾ സാധിച്ചു. ആ ലക്ഷ്യം വളരെ കൃത്യമായി സാധിക്കാൻ സാബുവൻ ജേക്കബിനെ കൊണ്ട് കഴിയുകയും ചെയ്തു. അങ്ങനെ സാബുവൻ ജേക്കബ് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമായി മാറുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു വിഭാഗം ക്രിസ്തീയ വോട്ടുകളുണ്ട്. ഇപ്പൊ സാബുവൻ ജേക്കബ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏത് വിശ്വാസിയാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കുറേയധികം വോട്ടുകൾ ഇവിടേക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ക്രിസ്ത്യൻ സമുദായത്തെ കുറേയധികം വീണ്ടും അവരുടെ നയം അറിയാമല്ലോ BJP-യുടെ, ആ BJP-യുടെ നയം അനുസരിച്ചുകൊണ്ട് സാബുവൻ ജേക്കബ് കൂടി വരുമ്പോൾ ഇവിടെ കൃത്യമായി സഭക്കാരുടെ വോട്ടുകൾ അല്ലെങ്കിൽ ക്രിസ്തീയ വിഭാഗത്തിന്റെ വോട്ടുകൾ BJP-യിലേക്ക് സ്വാഭാവികമായും അല്ലെങ്കിൽ NDA-യിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ഈ 2020-യെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പലർക്കും ഇതിനകത്തേക്ക് നിൽക്കാനും അതോടൊപ്പം തന്നെ ആ നിൽപ്പിലൂടെ അവർക്ക് BJP-ക്ക് അവിടെ മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കും എന്ന് BJP ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി സ്പ്ലിറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. സ്പ്ലിറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ 2020 എന്ന് പറയുന്ന ഒരു പാർട്ടികളിൽ നിന്ന് പോകുന്നവർ പലരും ആരും തന്നെ BJP-യോട് ആഭിമുഖ്യം പുലർത്താൻ സാധ്യതയുള്ളവരല്ല. അതിൽ ഏറിയ പങ്കും വളരെ കുറച്ച് പേർ മാത്രമായിരിക്കും ഈ പറയുന്ന ക്രിസംഖികൾ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു വിഭാഗത്തിനപ്പുറത്തേക്ക് UDF-ന്റെ വിശ്വാസത്തിൽ നിന്നും തിരിച്ചു വന്നവരും LDF-ന്റെ വിശ്വാസത്തിൽ നിന്നും തിരിച്ച് ഇതിലേക്ക് വന്നവരാരും തന്നെ ഒരിക്കലും ഇനി BJP പാളയത്തിലേക്ക് 2020 പോകുമ്പോൾ ഒരിക്കലും ഉൾക്കൊള്ളില്ല. എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും? UDF-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ മതേതര സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അവർക്കൊരിക്കലും അനുഗുണമായ ഒരു പാർട്ടിയായി BJP മാറില്ല. അതുകൊണ്ട് തന്നെ അവര് അതിനെയെല്ലാം വിട്ടുകൊണ്ട് അവർ നൈസായിട്ട് നേരെ കയറി ചെല്ലാൻ പോകുന്നത് തിരിച്ചു തന്നെയാണ്. അതായത് അവർക്ക് അവരുടെ പാളയത്തിലേക്ക് തിരിച്ചെത്താനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. കോൺഗ്രസ് വിശ്വാസികളായ മതനിരപേക്ഷ വിശ്വാസികളായ ഒരു വിഭാഗം ആളുകൾ തീർച്ചയായും 2020 വിടും. 2020 വിടുകയും ചെയ്യും. അവർ വന്നിട്ട് പഴയ പാളയത്തിലേക്ക് വരികയും ചെയ്യും. ഇനി LDF-ൽ നിന്നുള്ള കുറച്ച് പേരുണ്ടെന്ന് കരുതുക. അപ്പോൾ LDF-ൽ നിന്നുള്ള ആളുകൾ കൂടി തിരിച്ച് LDF-ലേക്ക് പോകും. ഇവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കില്ലേ? എങ്ങനെ പിടിച്ചു നിർത്താൻ? എന്ത് ന്യായം പറഞ്ഞിട്ട് അവർക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും? അവർക്ക് പറയാൻ കഴിയുമോ ഞങ്ങൾ മതനിരപേക്ഷ? ഇപ്പം അവിടെ ചോദിക്കുകയാണ്, ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് വിട്ടു വന്നപ്പോഴും ഈ സാബുവൻ ജേക്കബിനെ 2020-ൽ അംഗത്വം എടുക്കുന്ന സമയത്തും ഇതൊരു എല്ലാ സിസ്റ്റത്തിനും എതിരായി നിൽക്കുന്ന ഒന്നാണെന്ന് അവർ വിശ്വസിച്ചു. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയം പൊതുവിൽ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെയും കീഴടങ്ങിക്കൊണ്ടല്ല രാഷ്ട്രീയം നിലനിൽക്കുന്നത്. അതായത് ചില വ്യവസ്ഥകളുണ്ട്. അത്തരം വ്യവസ്ഥകൾക്ക് കീഴടങ്ങി നിൽക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ രാഷ്ട്രീയം പൊതുവെ ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒന്നാണെന്നും ചില വ്യക്തികൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ചില നേതൃത്വങ്ങൾ ഈ പറയുന്ന ചില താല്പര്യങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള ഒരു വ്യാപകമായ ഒരു പ്രചരണം ഇതിന്റെ പിന്നിലുണ്ട്. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അഴിമതി എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ നമുക്ക് എടുക്കാം. ആ അഴിമതി നടത്തിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും അവരുടെ കീശ വീർപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ നമ്മൾ 2020 എന്ന് പറയുന്ന ആശയം പേറുന്ന ഈ സംഘടന ഈ ആശയം മുൻനിർത്തി ഈ ആശയത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ജനസേവനമാണെന്നും ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ലാഭം വേണ്ട, സ്വജനപക്ഷപാതം ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ഇവിടെ അഴിമതി നടത്തേണ്ട ആവശ്യമില്ല, ജനങ്ങൾക്ക് വേണ്ടത് കൃത്യമായി അതായത് സർക്കാർ ഇത് പിന്നെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഞങ്ങളുടെ ഇത് ശരിയായ ജനസേവനമാണ് എന്ന് കാണിച്ചു കൊടുക്കുന്നതായിരുന്നു 2020-യുടെ രാഷ്ട്രീയ പ്രവർത്തനം. അതുകൊണ്ട് തന്നെയാണ് ഈ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ചില കുൽസിത പ്രവർത്തനങ്ങളിൽ മനം നൊന്ത് നിന്നിട്ടുള്ള പലരും ഈ അവരവരുടെ പാർട്ടി വിട്ട് നേരെ 2020-ലേക്ക് വരികയും ചെയ്തു. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താ? ഇവർ അപ്പം അരാഷ്ട്രീയവാദം എന്ന് പറയുന്ന ഒരു മുഖമുദ്ര ലഭിക്കുകയാണ്. ഞങ്ങൾ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു. രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് ഒന്നിലും പെടാതെ രാഷ്ട്രീയമില്ലാത്ത ഒരു സംഘടനയിലേക്ക്, ഇത് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, ഒരു സംഘടനയിലേക്ക് ഞങ്ങൾ ജോയിൻ ചെയ്യുന്നു. ഞങ്ങൾ അങ്ങനെയുള്ള ആളുകൾ കേരളം മുഴുവൻ വ്യാപിപ്പിച്ചുകൊണ്ട് ഇതിനെ ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റാനാണ് അവർ ശ്രമിച്ചത്.
എന്നാൽ ഇവിടെ സംഭവിച്ചു പോയ കാര്യം അങ്ങനെയല്ല. ഇവിടെ കൃത്യമായി സാബു എൻ ജേക്കബ് അയാളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് 2020 സൗകര്യമുള്ള, അയാൾക്ക് സൗകര്യമുള്ള ഇടങ്ങളിലേക്ക് കൊണ്ട് കിട്ടി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടായ ചർച്ച നടന്നിട്ടില്ല. ആ ചർച്ചയിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം സാബു എൻ ജേക്കബ് സ്വീകരിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇതുണ്ടാക്കിയത് ഞാനാണെന്നും ഇതിന്റെ പൂർണ്ണ രക്ഷാധികാരി ഞാനാണെന്നും ഇത് എന്തൊക്കെ കാര്യങ്ങൾ 2020 ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് എന്ന് പറയുന്ന ധാർഷ്ട്യം കലർന്ന ഒരു മനോഭാവം കൊണ്ടു നടക്കുന്ന ഒരാളാണ് സാബു എൻ ജേക്കബ്. അതുകൊണ്ട് തന്നെയാണ് ഈ സാബു ഈ രീതിയിലൊരു നീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായി എതിർപ്പുകൾ ഉണ്ടാകുന്നത്. പാർട്ടിക്കുള്ളിൽ ശക്തമായ എതിർപ്പുകൾ ഉണ്ടെന്നേ. ആ എതിർപ്പുകൾ ഇനി പുറത്തേക്ക് വരാൻ പോവുകയാണ്. പലരും ഇത് സംബന്ധിച്ച് പിന്നെ പരസ്യപ്പെടുത്തലുകൾ തയ്യാറാവും. അങ്ങനെ പരസ്യപ്പെടുത്തൽ ഉണ്ടായി കഴിയുമ്പോൾ പലരും അവരവർ നേരത്തെ വിശ്വസിച്ചിരുന്ന സംഘടനകളിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ UDF-ൽ നിന്നുള്ള ആൾക്കാരാണ്. അവർ സ്വാഭാവികമായിട്ട് UDF-ലേക്ക് തന്നെ തിരിച്ചു പോകും. അതുകൊണ്ട് മധ്യ കേരളത്തിൽ UDF-ന് പിന്നെ തട്ടുകേട് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി BJP-ക്ക് നേട്ടം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ BJP-ക്ക് എങ്ങനെ നേട്ടം ഉണ്ടാകാനാണ്? BJP-യുടെ പിന്നെ ക്രിസ്തീയ വിശ്വാസികൾക്ക് വേണ്ടി BJP നിലകൊള്ളുന്നു എങ്കിൽ തന്നെയും BJP-ക്ക് ഇതുമൂലം യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഈ പറയുന്ന സഭക്കാർ ഏത് കാലഘട്ടം നമ്മുടെ അടുത്ത് പരിശോധിച്ചാലും അവരെല്ലാം കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ടീമുകളാണ്. അപ്പോൾ അവരെ ഒന്നും അതുകൊണ്ടാണല്ലോ ഒരു എറണാകുളം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള ഒരു വിജയത്തിന് സഹായകമായ സീറ്റുകൾ എറണാകുളത്ത് നിന്ന് കിട്ടും. നമ്മൾ UDF-ന് എത്ര സീറ്റ് കിട്ടുമെന്ന് വളരെ സിംപ്ലി പറയാൻ പറ്റുമോ? അവിടെ എത്ര കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകൾ? LDF-ന് എത്ര കിട്ടും? വളരെ കുറച്ച് സീറ്റുകൾ കിട്ടാൻ പറ്റൂ എറണാകുളത്ത്. എറണാകുളം എന്ന് വെച്ചാൽ UDF-ന്റെ ഹബ്ബാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ UDF-ന്റെ ഹബ്ബ് എങ്ങനെയായി മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ സ്ഥാനാർത്ഥികളെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവിടെ ഏറിയ പങ്കും ക്രിസ്തീയ വിശ്വാസികളാണ് നിർത്തുന്നത്. അതിരൂപതയ്ക്കും സഭയ്ക്കുമെല്ലാം അനുയോജ്യരായ വ്യക്തികളെ മാത്രമാണ് UDF നിർത്തുന്നത്. ദോഷം പറയതല്ലോ, CPM അതുപോലെ സ്ഥാനാർത്ഥികളെ നിർത്താറുണ്ട്. പക്ഷേ ഇവിടെ മതം, രാഷ്ട്രീയം എന്ന് പറയുന്നത് രണ്ടും ലിങ്കായി പ്രവർത്തിക്കുന്നുണ്ട് UDF-നകത്ത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ UDF-ന്റെ സഭയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വിജയം നേടാൻ സാധിക്കും. ഇത് അവിടുത്തെ ഒരു പൊതുവിലുള്ളൊരു ട്രെൻഡാണത്. ആ ട്രെൻഡ് പിന്തുടരുന്ന എറണാകുളത്ത് ഇനിയിപ്പം BJP-ആയിട്ട് കൂട്ടുകെട്ടിക്കൊണ്ട് സാബു എൻ ജേക്കബിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരു പറ്റം വരുന്ന അണികളും പ്രവർത്തകരും സാബു എൻ ജേക്കബിന്റെ ഈ നീക്കത്തിനെതിരാണെന്നേ. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 2020 എന്ന് പറയുന്ന സംഘടനയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു മുന്നണിയില്ലാതെ നിന്നുകൊണ്ട് അവിടെ വിജയിച്ചു പോയ മെമ്പർമാരുണ്ട്. ഇവരെന്ത് ചെയ്യും? ഇവരുടെ അവസ്ഥ എന്താ ഇനി? അത് നമ്മൾ ആലോചിക്കണം. ഇവർക്ക് എന്താണ് അവരുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇവർക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോ അവരുടെ ഒരു ശക്തമായ എതിർപ്പിനെ ഉണ്ടാവും. അവരൊക്കെ പതുക്കെ പ്രതികരിക്കുകയുള്ളൂ. ഇവരല്ല ഇതിൽ നിന്ന് ഒന്ന് ഉൾക്കൊണ്ട് വരണ്ടേ? ഉൾക്കൊണ്ട് വന്നിട്ട് ഇവരുടെ നിലപാട് പ്രഖ്യാപിക്കും. പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു മുന്നണി മാറ്റം സാധ്യമല്ല അവർക്ക്. അത് കാരണം പലരും മെമ്പർമാരായി നിൽക്കുക. അവർ ഈ സമയത്ത് അവർ മെമ്പർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് UDF-ലേക്കോ മറ്റോ പോയി കഴിഞ്ഞാൽ ഇവർക്കുണ്ടാകാൻ പോകുന്ന പ്രശ്നം, ഇവർക്ക് ഈ കൂറുമാറ്റ നിരോധന നിയമമൊക്കെ നടപ്പിലാകും. അപ്പോൾ വീണ്ടും അവർക്ക് ആ ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തൽക്കാലം ഇവരിൽ അതിനെ അനുകൂലിച്ചിരിക്കും. പക്ഷേ ഈ വോട്ടുകളൊന്നും നാളെ ഒരു കാലത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ കീശ വീഴത്തില്ല, ഇവരുടെ കയ്യിലേക്ക് പോകില്ല. ഈ വോട്ടുകളെല്ലാം ഇവർക്ക് ആദ്യ ആഭിമുഖ്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികൾക്ക്, അതായത് UDF എങ്കിൽ UDF, LDF എങ്കിൽ LDF, അതിലേക്ക് പോവുകയുള്ളൂ. ഇത് സംഭവിക്കാൻ പോവാണ്. അതായത് 2020 ഇപ്പം സാബു എൻ ജേക്കബും കൂടി എന്ന 10 പേര് മാത്രമായിരിക്കും BJP-യിലേക്ക് കയറുന്നത്. അല്ല, അതിൽ കൂടുതൽ ആൾക്കാരൊന്നും BJP-യിലേക്ക് പോകാൻ സാധ്യതയില്ല, അതായത് NDA-യിലേക്ക് പോകാൻ സാധ്യതയില്ല. പിന്നെ നേട്ടം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. ഇതോടുകൂടി 2020-യുടെ അവസാനമാണ്. കാര്യം 2020 ഉൾക്കൊള്ളുന്നതിന് വേറൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. BDJS എന്ന് പറയുന്ന പാർട്ടി നാൾക്ക് നാൾ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണെന്നൊരു തോന്നല് പിന്നെ BJP നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതുപോലെ വിഷവിത്തുകളെ കൂടെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നീക്കം നടത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്.